നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഖിക്കും ശ്യാമയ്ക്കും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ കമ്പനിയെ ഒരു വലിയ തകർച്ചയിൽ നിന്നും രക്ഷിച്ചല്ലോ. ഇതാ ഇപ്പൊ നന്നായി. അമൃതയെടുത്തി ഞങ്ങളോട് നന്ദി പറയുന്നേ. ശരിക്കും നന്ദി പറയേണ്ടത് അമൃതയെടുത്തിയോടാ. ഇതൊരു വല്ലാത്ത ത്യാഗ. വിവാഹം കഴിഞ്ഞ് വന്നു കയറിയ വീടിനെയും അവിടുത്തെ അച്ഛനും അമ്മയെല്ലാം ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവര് അമൃതയെടുത്തിയെ പോലെ കുറച്ചു പേരെ ഇന്നുണ്ടാവും അല്ലേ? അമൃതയെടുത്തിയപ്പോ ഒരു വലിയ തകർച്ചയിൽ നിന്ന് നമ്മുടെ കമ്പനിയെയും കുടുംബത്തെയും എല്ലാവരെയും രക്ഷിച്ചിരിക്കുന്ന. അഖി, അതിനെന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മരുമകളുടെ അല്ല, ഒരു മോളുടെ തന്നെ കടമയായത്. അതെന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്തു, അത്ര തന്നെ. എന്നാലും ഇത്ര പെട്ടെന്ന് 2 കോടി രൂപ അത് അമൃതയെടുത്തി എങ്ങനെയാ സംഘടിപ്പിച്ചേ? ശ്യാമേ, അത് എന്റെ പേരിൽ കുറച്ച് കുടുംബസ്വത്ത് അച്ഛൻ തന്നിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിനടുത്താ. ഇപ്പൊ നല്ല വില കിട്ടുന്ന സ്ഥലമാ. അത് ലീസിന് കൊടുത്തു. മായ ഇതിനിടയിൽ കൊട്ടേഷനുമായിട്ട് വരുന്നു എന്നുള്ള രഹസ്യ വിവരം നിങ്ങൾ അറിഞ്ഞതാ നല്ലതായേ. കൃത്യസമയത്ത് നിങ്ങൾക്കത് ആദ്യേട്ടനെ വിളിച്ചു പറയാൻ തോന്നിയത് അതിനേക്കാൾ വലിയ ഭാഗ്യമായി. ആദ്യേട്ടൻ അപ്പോഴേ എന്നോട് പറഞ്ഞത് ഇത് അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല, കൂടുതൽ തുക ബിഡ് വെക്കാൻ ഐശ്വര്യ സമ്മതിക്കില്ലെന്ന്. എന്തെങ്കിലും പറഞ്ഞ ഐശ്വര്യ അമ്മയുടെ മനസ്സ് മാറ്റുന്നു. പിന്നെ എന്താ വഴിയെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോഴാ ഈ ഒരു മാർഗം തെളിഞ്ഞു വന്നത്. അമ്മയും അച്ഛനും എല്ലാവരും കരുതുന്നത് ലേലത്തിന് പിടിച്ച മിഷണറീസ് എല്ലാം ഞങ്ങളെ തുടങ്ങാൻ പോകുന്ന ഫാക്ടറിയുടെ ആവശ്യത്തിനാണെന്ന്. ഞങ്ങള് വേറെ പുതിയ മിഷണറീസ് എടുക്കാൻ പോവാ. അതിന്റെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. പുതിയ ഫാക്ടറി അല്ലേ, ഗ്യാരണ്ടി ഉണ്ടാവും. അതാ സേഫ്. ഇനി ഇന്ന് ലേലത്തിൽ പിടിച്ച മിഷണറീസ് നമ്മുടെ കമ്പനിയിൽ കൊണ്ട് എത്തിക്കുമ്പോഴാ ശരിക്കും അമ്മയും അച്ഛനും എല്ലാവരും ഞെട്ടുന്നത്. അതുവരെ അഖിലും ശ്യാമയും ഞങ്ങളെ ചതിച്ചൂന്ന് ഐശ്വര്യടുത്ത് പാടി നടന്നോട്ടെ. എന്നാലും അച്ഛനും അമ്മയ്ക്കും അത് വിഷമാവില്ലേ? എന്താ സംഭവിച്ചെന്ന് അഖിൽ സാർ എന്നെ അച്ഛനോട് വിളിച്ചെന്ന് പറഞ്ഞേ. അതൊന്നും വേണ്ട. കമ്പനിയിൽ ആ മെഷീനറീസ് വരുമ്പോ എല്ലാവരും അറിഞ്ഞാൽ മതി. അതുവരെ ഈ കാര്യം അവർക്കെല്ലാം ചെറിയൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. ഈ അഖിൽ സാറിന്റെ ഒരു കാര്യം ഒന്ന് പോടും. എന്തുട്ടി ശ്യാമേ? എന്താ ശ്യാമേ? എന്തോ വേദന പോലെ. എന്തെങ്കിലും ഗ്യാസ് പ്രോബ്ലം ആയിരിക്കും. അതോ? അല്ല, വലിയ വേദന ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവാം. സാറില്ല, വേണ്ട വേണ്ട എടുത്തേ. മോള് വരുന്നത് അമൃതാന്റെയോ ആദ്യം ആരെങ്കിലും കണ്ടോ? ഇല്ല, ഉറക്ക. ശരി, മോള് വാ. സൂക്ഷിച്ച്. മോളെ, മോളുടെ അമ്മ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുക. അമ്മയെ കാണാൻ എനിക്ക് കൊതിയായി. ആണോ? മോള് വാ. വാ. അതേട്ടാ, ശ്രീകുട്ടിക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ.
ടൈം ലേറ്റായി. ഞങ്ങൾ ഇറങ്ങട്ടെ. ഹോസ്പിറ്റലിൽ പോകാൻ ലേറ്റായോ? അല്ല അത് ഗസ്റ്റ് ഹൗസിലേക്ക് അല്ല ഹോസ്പിറ്റലിലേക്ക്. നീ ആദ്യം ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. ഹോസ്പിറ്റലോ അത് ഗസ്റ്റ് ഹൗസോ? ഹോസ്പിറ്റല് പോട്ടെ. മോൾക്ക് നല്ല പനിയാ. ഇനി നീ ഉരുണ്ട് കളിക്കണ്ട. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എൻ്റെ അനുജനാ നീ. ഇപ്പൊ എന്നെക്കാളും വളർന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഇതത്ര നല്ല കാര്യമല്ല. ഏട്ടാ, നിന്നെ വിശ്വസിച്ച് കഴിയുന്ന സ്വന്തം ഭാര്യയുടെ കണ്ണീര് കൊണ്ടാ നീ ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പോകുന്നേ. അത് മോനെ നീ മറക്കരുത്. ഒടുവിൽ ജീവിതം തന്നെ കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മനസ്സിലായി? എത്താൻ വൈകിട്ട് വിളിക്കുന്നതാ. മോള് വന്നേ. ആരാ തടയുന്നതെന്ന് കാണണമല്ലോ. വന്നേ. അവളുടെ അടുത്തേക്ക് പോട്ടെ. അവിടെ വെച്ച് ഞാൻ കാണിച്ചു കൊടുക്കും. അരുണേ, ഐശ്വര്യ കൂടെയുണ്ട്. ഈ ഐശ്വര്യ ആരാണെന്ന് അരുണിന്റെ കാമുകി ശരിക്കും അറിയും. മോളെ വേഗം കയറി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.